കേരള തീരത്തെ നടുക്കിയ ഓഖി ദുരന്തത്തിന് 1 വയസ്സ്. 2017 നവംബർ 29-നാണ് ഓഖി ചുഴലിക്കാറ്റ് കേരള തീരത്ത് വീശിയടിച്ചത്. ആ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മോചിതരാകാത്ത നിരവധി പേരാണ് തീരദേശത്ത് ഇപ്പോഴുമുള്ളത്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കടലിൽ കഴിച്ചുകൂട്ടിയ നാളുകൾ ഓർക്കുമ്പോൾ പലരും ഇപ്പോഴും വിങ്ങിപ്പൊട്ടുകയാണ്. മറക്കാൻ ശ്രമിക്കുന്ന ആ ദിനങ്ങളുടെ കൂട്ടത്തിൽ ജീവിത പ്രാരാബ്ദങ്ങളും കൂട്ടിനെത്തുമ്പോൾ ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ഓഖിയുടെ 1-ാം വാർഷിക വേളയിൽ ഒരു ചർച്ചയ്ക്കാണ് ഞങ്ങളിവിടെ തുടക്കമിടുന്നത്. ഓഖി ബാക്കി വെച്ചതെന്ത്? ഒരു വർഷം പൂർത്തിയാവുകയാണ് തീരദേശത്തെ ആകെ തന്നെ നടുക്കിയ ഓഖി ദുരന്തം നടന്നിട്ട്. ഓഖി ഒരു ദുരന്തം തീർച്ചയായും ബാധിച്ചിട്ടുള്ള കുടുംബങ്ങളെ തീരാത്ത ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ആ കുടുംബങ്ങൾ അതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. ജീവിതം പല ഘട്ടങ്ങളിലായി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആ കുടുംബങ്ങളിലെല്ലാം. സാധാരണയായി ഈ തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ആ ദുരന്തങ്ങൾക്കിരയായവരുടെ കുടുംബങ്ങളെ കഴിയുന്ന തരത്തിൽ സഹായിച്ച് അവരുടെ ജീവിത പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റുകളും സമൂഹവും സ്വീകരിച്ചു വരുന്ന നടപടികൾ. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അവർക്ക് ഉണ്ടായ നഷ്ടവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. എങ്കിൽ പോലും ജീവിത പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സമൂഹത്തിനാകെയുണ്ട്. ആ നിലയ്ക്കാണ് കാലാകാലങ്ങളിലായി ഏത് ദുരന്തമുണ്ടായിരുന്നാലും സർക്കാരുകൾ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ദുരിതാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നും ഓഖി ദുരന്തത്തിനിരയായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നടപ്പിലാക്കാൻ കഴിയാത്തവയാണ് നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതലായി ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ധനസഹായം സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ ഇടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നൽകുന്ന ധനസഹായങ്ങൾ തുക കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുരന്തത്തിൽ തന്നെ തമിഴ്നാട് ചെയ്തിട്ടുള്ളത് ആ പണം മുഴുവനും അവരുടെ കയ്യിൽ കൊടുക്കാനാണ് ആ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇവരിത് ബാങ്കിൽ നിക്ഷേപിച്ചു. തുച്ഛമായ പലിശ കൊണ്ട് അവർക്ക് ജീവിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. അപ്പോൾ തന്നെ കടക്കെണിയിലായിട്ടുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ദുരന്തത്തിനിരയായവരിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ആ ഭവന നിർമ്മാണ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദുരന്തത്തിനിരയായി ജീവനോടെ രക്ഷപ്പെട്ട് എന്നാൽ ഇനി ഒരിക്കലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപ നൽകും എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും നാളിതുവരെ ആർക്കും അത് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബദൽ ജീവനോപാധിയായി പരിക്കുപറ്റിയവർക്ക് രക്ഷപ്പെട്ടു വന്നവർക്ക് 2 ലക്ഷം രൂപ നൽകും എന്ന് പറഞ്ഞ് അതും എവിടെയും എത്തിയിട്ടില്ല. ദുരന്തത്തിനിരയായ കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം ജോലി നൽകും എന്ന് പറഞ്ഞു. അത് 143 കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ ജോലി നൽകിയിട്ടുള്ളത് 41 പേർക്ക് മാത്രമാണ്. SSLCക്ക് താഴെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ജോലി നൽകിയിട്ടുള്ളത്. ഈ ജോലി ഒരു സ്ഥിരം നിയമനമല്ല. ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത്
ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് നൽകിയിട്ടുള്ളത്. SSLCക്ക് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്കും ജോലി നൽകിയിട്ടില്ല. ഏതാനും പേർക്ക് 40 പേർക്ക് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടുണ്ട്. 40 പേർക്ക് താൽക്കാലിക ജോലി നൽകി എന്നുള്ളതല്ലാതെ ജോലി നൽകും എന്ന വാഗ്ദാനം ഈ ഒരു വർഷമായിട്ടും എവിടെയും എത്താതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ ബോട്ടുകൾ നഷ്ടപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് പുതിയ ഒരു ബോട്ട് വാങ്ങി വീണ്ടും മത്സ്യബന്ധന രംഗത്തേക്ക് ഇറങ്ങാൻ പര്യാപ്തമായിട്ടുള്ള തുകയല്ല അവർക്ക് നൽകിയിരിക്കുന്നത്. ഒരു ബോട്ട് തകർന്നു പോയാൽ ആ ബോട്ട് എത്ര വർഷമാണ് പഴക്കമുള്ളതെന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള തുകയാണ് കൊടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പുതിയ ബോട്ട് വാങ്ങണമെങ്കിൽ 25 ലക്ഷം രൂപ വേണം. എന്നാൽ അതൊരു 3-4 വർഷം പഴക്കമുള്ള ബോട്ടാണ് തകർന്നു പോയതെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്നത് 6-7 ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. ഈ 6-7 ലക്ഷം രൂപ വെച്ച് ഒരിക്കലും അവർക്ക് പുതിയ ബോട്ട് വാങ്ങാൻ കഴിയില്ല. അഥവാ അങ്ങനെ വാങ്ങണം എന്ന് അവർ തീരുമാനിച്ചാൽ 10-15 ലക്ഷം രൂപ അവർക്ക് കടമെടുത്തു വേണം വാങ്ങേണ്ടത്. നിലവിലുള്ള ബോട്ടുകൾ പോലും കടം വാങ്ങിയുമാണ് അവർ വെള്ളത്തിലിറക്കി അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ആ കടം തീർക്കാതെ അവിടെ നിൽക്കുകയാണ്. പുതിയ ബോട്ട് ഇറക്കാനും വയ്യ. അപ്പോൾ ബോട്ടില്ലാതെ അവർ തുടർന്നു കൊണ്ടിരുന്ന തൊഴിൽ ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് അവരെത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഓഖി ദുരന്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ള പണം കയ്യിലിരിക്കുമ്പോഴാണ് അവരുടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് പുതിയത് വാങ്ങാനുള്ള പണം അവർക്ക് ലഭ്യമാകുന്നത്. ചിലപ്പോൾ 2, 4, 5 വർഷം പഴക്കമുള്ള ബോട്ടുകളായിരിക്കും അവരുടെ കയ്യിലിരുന്നത്. പക്ഷെ ആ ബോട്ട് ഉപയോഗിച്ച് അവർ മത്സ്യബന്ധനം നടത്തുകയും ഉപജീവനം നടത്തുകയും കുടുംബം പുലർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ദുരന്തം വന്നതോടുകൂടി അവർക്കതിന് കഴിയാതായി. സർക്കാർ കൊടുത്ത ധനസഹായം കൊണ്ട് പുതിയൊരു ബോട്ട് വാങ്ങാനും പറ്റാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കാണാതായവർക്ക് 20 ലക്ഷം രൂപയാണ് ബാങ്കിലിട്ട് കൊടുത്തത്. മരിച്ചവർക്ക് 22 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഒരേ ദുരന്തത്തിൽ മരണം സംഭവിച്ചവർക്ക് 2 തരത്തിലുള്ള തുകയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തുക 2 ലക്ഷം രൂപ വരെ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഈ ദുരന്തത്തിനിരയായവർ തന്നെ നിരവധി കടക്കണിയിലാണ്ട് കിടക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യത ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ട് എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പാക്കേജിന് സംസ്ഥാന സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലഭ്യമായ തുക പൂർണ്ണമായും ചെലവഴിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, നമ്മുടെ നാട്ടിൽ ഏത് ദുരന്തമുണ്ടായിരുന്നാലും ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉള്ള ഒരു സമിതിയെയോ അന്വേഷണ കമ്മീഷനെയോ നിയമിക്കുന്നതാണ് പതിവ്. ഏത് ദുരന്തമായി, ഇപ്പോൾ തട്ടേക്കാട് ദുരന്തമായിരുന്നാലും ബോട്ട് അപകടമായിരുന്നാലും വെടിക്കെട്ട് അപകടമായിരുന്നാലും ഏത് അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിരുന്നാലും അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം ഉണ്ടാകും. എന്നാൽ 143 പേർ മരണപ്പെട്ടിട്ടും ഈ സംഭവത്തെക്കുറിച്ചൊരു അന്വേഷണം പോലും കഴിഞ്ഞ 1 വർഷമായി നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനങ്ങളും സമൂഹവും വിശ്വസിക്കുന്നത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഈ ദുരന്തം 4-1 കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലെവിടെയെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. യഥാസമയം കാലാവസ്ഥ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു? അവർ യോഗം ചേർന്നിരുന്നോ? അതിനെ തുടർന്ന് എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ? ഈ കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയാവുന്നുമില്ല, ഒരു അന്വേഷണവും ആവുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമുക്ക് ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പിനെ യഥാസമയം ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരന്തം ലഘൂകരിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം നമ്മുടെ നിഷ്ക്രിയത്വവും അലസതയും കൊണ്ട് അത് നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം തീർച്ചയായും നടക്കണം. 143 ജീവനുകൾ പൊലിഞ്ഞ ഒരു ദുരന്തത്തെ കുറിച്ച്
അന്വേഷിച്ച് അതിൽ ആരുടെക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത് മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മത്സ്യബന്ധനയാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നാലും നൽകുന്ന നഷ്ടപരിഹാരങ്ങൾ തീരെ അപര്യാപ്തവും പരിഹാസ്യവുമായിട്ടുള്ള തുകകളാണ് അവർ വകയിരുത്തിയിരിക്കുന്നത്. പക്ഷെ അതിലെല്ലാം നല്ല നിലയിലുള്ള മാറ്റം വരുത്താൻ ഉള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് അത്യാവശ്യമായി വേണ്ടത് കേന്ദ്രത്തിൽ ഒരു ഫിഷറീസ് വകുപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ ഒരു വകുപ്പായി ഇരിക്കുന്ന ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രത്യേകമായ ഒരു വകുപ്പും ഒരു മന്ത്രിയും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് ഈ കാര്യങ്ങളെ കുറെ കൂടി ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി തന്നെ ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് തിരിച്ച് ഇവരെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും കടലിനോടുള്ള ഭയം അവരിൽ മാറ്റിയെടുക്കാനും നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും അത് ഉണ്ടാകണമെന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സർക്കാർ എത്രമാത്രം ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓഖി വന്ന് ഇപ്പോൾ ഏകദേശം 1 വർഷമാവുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ 1 വർഷമാവുകയാണ്. അപ്പോൾ നിലവിലെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇതേ രീതിയിലൊരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഓഖിക്ക് സംഭവിച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പോഴും ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ഒരു സംവിധാനങ്ങൾ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ ഖേദകരമായ ഒരു സത്യം. ഇപ്പോൾ കേരളത്തിൻ്റെ രക്ഷാസൈന്യം എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം പ്രകീർത്തിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇന്നത്തെ ഒരവസ്ഥ, അവരുടെ ജീവൻ രക്ഷിക്കുവാൻ അടിസ്ഥാനപരമായ ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇപ്പോൾ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചു ലൈഫ് ജാക്കറ്റ് കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിലും അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയോ കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ നിലവിൽ 1 വർഷമായപ്പോൾ പണ്ടിരുന്ന അതേ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഉടനെ ഒരു ചുഴലിക്കാറ്റ് വരികയാണെങ്കിൽ വീണ്ടും അന്നുണ്ടായ അത്രയും മരണങ്ങൾ വീണ്ടും സംഭവിക്കാം. ഇപ്പോൾ തന്നെ അതിനേക്കാളും വളരെ ആശങ്കയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഓരോ വാണിംഗ് കാറ്റ് വരികയാണ്, ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ദിവസങ്ങളോളം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാതെ ഇരുന്നു. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ അവർ ഓരോ ദിവസം അന്നന്ന് പോയുള്ള കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവരാണ്. എത്രയോ ദിവസങ്ങൾ അവർ കടലിൽ പോകാതിരുന്നു. പക്ഷേ അതൊരു ഫേക്ക് വാണിംഗ് ആയിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംവിധാനം പോലും ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദയവ് ചെയ്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ കൃത്യമായ അറിവുകൾ കൊടുക്കുക. ഒരുപക്ഷെ ഇപ്പോൾ വാണിംഗ് വന്നപ്പോൾ പോലും അവർ കടലിലോട്ട് പോകാവുന്ന എന്ന് വെച്ചാൽ ഈ വീട്ടിലാണ്. കാരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ വാണിംഗ് കൊടുത്ത് അവർ കടലിൽ പോകാതെ ഇരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ, ഒരു ആഹാരത്തിനുള്ള സംവിധാനമെങ്കിലും എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് പലരും കടലിൽ പോകുന്ന ഒരവസ്ഥയാണ്. പല സഹായങ്ങൾ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടുത്തെ ഒരവസ്ഥ പറയുമ്പോൾ ഈ കടലിൽ മരിച്ചവർക്ക് അവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ കൊടുത്തതായിട്ടാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, എൻ്റെ ഒരു സുഹൃത്ത്, കടലിൽ മരിച്ച സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഒരു ലോറൻസ്, അടിമലത്തറ സ്വദേശിയാണ്. ഭാര്യയുമായി ഞാൻ സംസാരിച്ചിരുന്നു, സെലിൻ. ലോറൻസ് മരിക്കുമ്പോൾ കുട്ടിക്ക് 3 മാസം പ്രായമായിരുന്നു, ഇളയ കുട്ടിക്ക്. അടുത്ത കുട്ടിക്ക് 6 വയസ്സ്. ഞാനവിടെ പോയപ്പോൾ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. കാരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഓഖി ദുരന്തബാധിതരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം ഞങ്ങൾ എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ ഇട്ടു എന്ന് പറഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അവർ വളരെ സങ്കടത്തോടെ പറയുകയാണ്, ചേട്ടാ ഞങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ കുട്ടിക്ക് ഇതുവരെ വിദ്യാഭ്യാസ സഹായത്തിൻ്റെ വന്നിട്ടില്ല, വിട്ടുപോയി, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് അല്ലായിരുന്നു, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർ അതിൻ്റെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും ഉദ്ഘാടനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള രീതിയിൽ ചിലയിടത്ത് ചില സാഹചര്യങ്ങൾ എത്തുകയാണ്. അന്നേ നമ്മൾ പറഞ്ഞതാണ് 20 ലക്ഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞതാണ്
കല്യാണ ആവശ്യത്തിനോ എന്തെങ്കിലും വേണമെങ്കിൽ 5 ലക്ഷം ഉടനെ നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റും. അപ്പോഴും ചിലർ ആശങ്ക പ്രകടിപ്പിച്ചതാണ്, ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒത്തിരി ഇതിൻ്റെ നൂലാമാലകളിൽ അന്ന് കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്, നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മതി, പൈസ നിങ്ങളുടെ വീട്ടിലെത്തുമെന്നുള്ള രീതിയിൽ. പക്ഷേ അടിമലത്തുറ ഒരു കല്യാണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് ഷിബുവിൻ്റെ അച്ഛനും മരിച്ചതാണ്, ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഷിബുവിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അർഹതപ്പെട്ട 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി തന്നെ അന്ന് അനുവദിച്ച ആ പൈസയ്ക്ക് അവർ മാർച്ചിൽ അപേക്ഷ കൊടുക്കുന്നു. കളക്ടർ ഓഫീസിൽ നിന്ന് കൃത്യമായി ഫോർവേഡ് ചെയ്തു. പക്ഷേ ജൂലൈ മാസം വരെ ഒരു 5-6 മാസത്തോളം അവർ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി ആ ഫയൽ നീങ്ങാതെ അവസാനം അവർ അവിടെ ചെന്ന് ഞങ്ങളിനി മീഡിയാസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 5 മാസത്തോളം. അപ്പോൾ സാധാരണ ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ പല ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ്, ഈ ഓഖിക്ക് മുൻപ് സംഭവിച്ച് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനുശേഷം മരിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇന്നുവരെ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഗവൺമെൻറ് കൊടുത്ത ഒരു തുക പോലും ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലിട്ടുകൊണ്ട് പലിശ കൊടുക്കുന്ന ഒരു രീതി ഇന്നുവരെ കേരള ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതാണ്. പക്ഷേ ഓഖിയുടെ കാര്യത്തിൽ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സഹായവും ജനങ്ങൾ ഓഖി ദുരന്തബാധിതർക്ക് കൊടുത്ത ആ ഒരു സഹായവും പോലും, അതായത് ഇവർക്ക് കൊടുക്കേണ്ട 20 ലക്ഷം രൂപ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷേ അവർ ചെയ്തത് അതിനെ ട്രഷറിയിലോട്ട് മാറ്റിക്കൊണ്ട് അതിൻ്റെ നാമമാത്രമായ പലിശ 20 ലക്ഷം രൂപയ്ക്ക് 14,000 രൂപ പലിശ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് കാണുന്നത്. കാരണം സാധാരണ രീതിയിൽ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ മരിക്കുമ്പോൾ അവർക്ക് മത്സ്യഫെഡിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്നും ഉൾപ്പെടെ 10 ലക്ഷം രൂപ അവർക്ക് കിട്ടാറുണ്ട്. അത് അവരുടെ അവകാശമാണ് മരിച്ചു കഴിയുമ്പോൾ ഒരു മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ആ 10 ലക്ഷം രൂപയും ചേർത്താണ് 20 ലക്ഷം രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് അവർക്ക് നോർമലായി കിട്ടുന്നത്. ആ 10 ലക്ഷം രൂപ പോലും അവർക്ക് കൊടുക്കാതെ ആ പൈസ പോലും ഖജനാവിലിട്ടുകൊണ്ട് അത് ഉണ്ട് എന്നുള്ള രീതിയിൽ 5 വർഷം കഴിഞ്ഞ് അവർക്ക് തിരിച്ച് കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അടുത്ത് വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലോട്ട് എടുത്ത് വയ്ക്കുകയാണ്, അവർ കൊടുക്കണം. അപ്പോൾ അത് എന്താകുമെന്നുള്ളൊരു ഇതല്ല. എന്നാലും നിങ്ങൾ നമ്മുടെ തീരദേശത്തെ ചില രീതികൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ എല്ലാവരും സമ്പത്തുള്ളവരല്ല, ഇവിടെ പല പൈസകളുള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാറുണ്ട്. എന്താവശ്യം വന്നു കഴിഞ്ഞാലും, ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യം വന്നാലും, വളരെ പാവപ്പെട്ട ഒരാളായാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസകൾ ചെറിയ പലിശയ്ക്ക് പൈസ കൊടുത്ത് അവരെല്ലാം സഹായിക്കുന്നുണ്ട്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആ ഒരു ലോറൻസിൻ്റെ ഭാര്യയുടെ അവസ്ഥ, അവർക്ക് ലോറൻസ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രത്യേക ഒരു കമ്പനി തുടങ്ങാൻ അങ്ങനെ എന്തൊക്കെ കുറച്ച് കടങ്ങൾ, പിന്നെ ഒരു വീട് വാങ്ങി, ചെറിയൊരു വീട് വാങ്ങി, അങ്ങനെ എല്ലാം കൂടെ ഒരു 12 ലക്ഷം രൂപയോളം അവർക്ക് കടമുണ്ടായിരുന്നു. നാട്ടിലെ ഏറ്റവും ന്യായമായ പലിശ നോക്കിയാൽ പോലും 12 ലക്ഷം രൂപയ്ക്ക് അവർ 24,000 രൂപ പലിശ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് അവർ കടം കൊടുത്ത ആൾക്കാർ അവരെ അത്രയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ, ഒരുപക്ഷെ ആ 20 ലക്ഷം രൂപ ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവർ ആ 12 ലക്ഷം രൂപ കടം തീർക്കുകയും ബാക്കിയുള്ള 6 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് ലോറൻസിൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു 2,500 ലക്ഷം രൂപയും ഈ പെൺകുട്ടിയുടെ പേരിൽ 17.5 ലക്ഷം രൂപ. അപ്പോൾ 17.5 ലക്ഷം രൂപയ്ക്ക് ചില സമയങ്ങളിൽ 11,700 രൂപ, ചില സമയങ്ങളിൽ 12,000 രൂപ വെച്ച് കിട്ടുന്നു എന്ന് പറയുന്നു. നിലവിൽ 24,000 രൂപ പലിശ കൊടുക്കണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഓരോ മാസവും ആ പെൺകുട്ടി 12,000 രൂപ പലിശ കൊടുക്കുവാൻ വേണ്ടി കണ്ടെത്തേണ്ട ഒരവസ്ഥയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓഖി മരണം സംഭവിച്ച പല വീടുകളിലും പലരും കടക്കണിയിലാണ്. പലരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട, നിലവിൽ കടലിൽ മരിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന 10 ലക്ഷം രൂപ പോലും ഗവൺമെൻറ് എടുത്ത് അവരുടെ അക്കൗണ്ടിലിടുകയാണ്. ഇപ്പോൾ ഒരു MLA മരിച്ചപ്പോൾ കൊടുത്ത ഫണ്ട്, മന്ത്രിയുടെ ഒരു ഗൺമാൻ എന്തോ മരിച്ചപ്പോൾ കൊടുത്ത ഫണ്ട്, അതുൾപ്പെടെ എല്ലാം അവർ കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ പല മരണങ്ങൾ സംഭവിക്കുമ്പോഴും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഈ പൈസ കൊടുക്കുന്നു. പക്ഷേ ചരിത്രത്തിൽ അത് മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് കൊടുക്കുവാനുള്ള ഫണ്ട് ആവശ്യത്തിലധികം ലഭിച്ചു, ആ പൈസ പോലും കൊടുക്കാതെ അതിനെ ട്രഷറിയിൽ ഇട്ടുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, എനിക്ക് പറയുവാനുള്ളത്,
ഈ ഒരു അടിയന്തരമായി തന്നെ, കാരണം പലരുമായി സംസാരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ എന്തായാലും നിയമ പോരാട്ടത്തിലോട്ട് പോവുകയാണ്. കാരണം ഓഖിയുടെ ഇരകൾ പലരും അവർ പറയുന്നു ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയെങ്കിൽ, കാരണം ഇപ്പോൾ പലരുടെയും ഗവൺമെൻറ് 20 ലക്ഷം കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ അവരുടെ കയ്യിൽ കിട്ടിയെന്നാണ്. അപ്പോൾ പലരുടെയും ജീവിതം വളരെ കഷ്ടത്തിലാണ്, അന്നേക്കുള്ള ഇതുപോലും കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിലാണ്. കുറച്ച് പേർക്കൊക്കെ പലർക്കും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് ഡെയിലി വേജസിൽ ഈ നെറ്റ് ഫിഷിംഗ് അതിൻ്റെ ആ ഒരു കമ്പനിയിൽ വല നെയ്യുന്ന ആ ജോലി കൊടുത്തിരിക്കുകയാണ്. 10,000 രൂപ സാലറി, ഡെയിലി 300 രൂപ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു തൊഴിലുറപ്പിന് കിട്ടുന്ന അത്രയും പൈസ, അതുപോലും ഒരു കൊല്ലത്തേക്കുള്ള അത് ഡെയിലി വേജസിലാണ് കൊടുത്തത്. അവിടെ പോലും സ്ഥിര ജോലി കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൽ 200 പേരെ എടുക്കുന്നു. ഇവർ പറയുന്നത് ഇപ്പോൾ രക്ഷാസൈന്യമാണ്, ഓഖിയിലെ ദുരന്തബാധിതരുടെ വീട്ടിലെ എല്ലാവർക്കും ജോലി കൊടുക്കും. പക്ഷേ ആ 200 പേരെ എടുക്കുന്നത് പോലും ഒരു വർഷത്തെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ്. ഒരു വർഷം കഴിയുമ്പോൾ അവരെ പിരിച്ചുവിടാതിരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കൃത്യമായി, പക്ഷേ അവരുടെ ഈ ഒരു ക്രൈറ്റീരിയ, ഒരു പോലീസിൽ ആൾക്കാരെ എടുക്കുന്ന രീതിയിൽ നീന്തൽ, ഒരാളെ വെച്ച് നീന്തുക, 4-5 കിലോ വെയിറ്റ് തൂക്കി വയ്ക്കുക, അങ്ങനെ എല്ലാ ക്രൈറ്റീരിയ ഒരു പോലീസ് ടെസ്റ്റിന് നടക്കുന്ന എല്ലാ രീതിയിലും എടുത്തുകൊണ്ടും, പക്ഷേ അവിടെ വെറും ഒരു വർഷത്തേക്കുള്ള താൽക്കാലം നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ചെയ്യുമ്പോൾ പക്ഷേ പലരുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര വാർത്തയാണ്, 200 പേർക്ക് ജോലി കൊടുക്കുന്നു, വെറും ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക ജോലിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അതിനെ നിങ്ങൾ സ്ഥിരമായി കൊടുക്കുക. കാരണം എല്ലാവിധ ടെസ്റ്റുകളും പാസ്സായിക്കൊണ്ടാണ് അവരെ ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തികളെ സ്ഥിരമായി ജോലി കൊടുക്കുക. പിന്നെ അതോടൊപ്പം അവിടെയും ഈ ഓഖി ദുരന്തബാധിതരുടെ കുടുംബത്തിന് അവർക്ക് ആ ജോലി അവരിൽ ആർക്കും ഒരിത് പറഞ്ഞിട്ടില്ല, അവർക്കൊരു റിസർവേഷൻ പറഞ്ഞിട്ട് അതിലാർക്കും കൊടുക്കുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയി അവരെയൊക്കെ അവർക്കെല്ലാം അവരെ പരിഗണിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒന്നും ഒരു റിസർവേഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കുക, അർഹതപ്പെട്ട പൈസ കൃത്യമായി മത്സ്യത്തൊഴിലാളികൾ എത്തിക്കുക. അതോടൊപ്പം ഇനിയൊരു ദുരന്തം വന്നാൽ, ഇപ്പോൾ ഒരു വർഷം, ഇത് ചെറിയ കാര്യമല്ല, ലോകത്ത് ഏതൊരു രാജ്യത്തായാലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ദുരന്തം, അതേ ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോഴും ആ ഒരു ഫണ്ട് പോലും കൊടുക്കാത്ത രീതിയിൽ ആ തുടക്കത്തിൽ ഓഖിക്ക് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അതാണ് യാഥാർത്ഥ്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു പ്രശ്നം, താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം എന്ത് തെറ്റ് ചെയ്താലും അതിനെ കണ്ണടച്ച് പിന്തുണയ്ക്കേണ്ടി വരുന്ന അണികളുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയുള്ള അണികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ തീരദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. പല മുന്നണികൾ ഭരിക്കുന്ന ഗവൺമെൻറ് അവരെന്ത് ചെയ്താലും ആ ചെയ്യുന്ന കാര്യം കണ്ണടച്ച് അതിനെ സത്യമാണെന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ പറ്റാത്തത്. ഓഖി സംഭവിച്ച് ഒരു വർഷമാകുമ്പോൾ പോലും വളരെ വളരെ വലിയൊരു ദുരന്തമായിരുന്നു. ആരുടെയൊക്കെയോ പോരായ്മ കൊണ്ട്, ആരുടെയൊക്കെയോ വീഴ്ച കൊണ്ട്, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ പലരുടെയും വീഴ്ച കൊണ്ട് അവരെ അറിയിക്കേണ്ട സമയത്ത് അവരെ അറിയിക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു പോരായ്മയായിരുന്നു, ഒരു വീഴ്ചയായിരുന്നു. പക്ഷേ ഒരു വർഷമാകുമ്പോൾ ഒരു അനുസ്മരണ സമ്മേളനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുസ്മരണ യോഗം പോലും മത്സ്യത്തൊഴിലാളികളാരെയും ഇതുവരെ, ഇനി 2 ദിവസമേ ഉള്ളൂ, ഇതുവരെ അറിയിച്ചിട്ടില്ല. അതൊക്കെ വളരെ പ്രതിഷേധാർഹമാണ്. കാരണം ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാവരും ആഘോഷിക്കുകയാണ്, കുറേ ഒരല്പം ഇതിലോട്ട് വരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു ദുരന്തം അല്ലെങ്കിൽ അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് മറക്കുകയാണ്. അപ്പോൾ ദുരന്തത്തിൻ്റെ എന്നും ഇരകൾ മാത്രമായി തീരുന്നു. പലർക്കും ആഘോഷിക്കാനുള്ള ഒരു സംഭവമായി മാറുകയാണ് നമ്മുടെ ഈ ഓഖി പോലും. പലർക്കും പല ഫണ്ടുകൾ വരുന്നു, അതിന് കണക്കുകളില്ല. പക്ഷേ ആ ഒരു രീതിയിൽ മത്സ്യത്തൊഴിലാളികളെന്നും ഇപ്പോൾ നോക്കിയപ്പോൾ നഷ്ടം സംഭവിച്ച് മരണം സംഭവിച്ച് അവർക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമാണ് നഷ്ടം. തിരിച്ചാരും ഇപ്പം തന്നെ അടിമലത്തുറ തന്നെ ഓരോരുത്തരും അവരുടെ 1-ാം വാർഷിക അനുസ്മരണ പൂജ ബുക്ക് ചെയ്യുന്നു, പലരെ അറിയിക്കുന്നു. പക്ഷേ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഒരു അനുസ്മരണ സമ്മേളനത്തിന് പോലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പിന്നെ അതോടൊപ്പം ഇപ്പോൾ ഗജ ചുഴലിക്കാറ്റ് വന്നു, സെയിം വേറൊരു രീതിയിൽ വന്നു. ഇവിടെ വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു തമിഴ്നാട് ഭാഗത്ത് വന്നു. പക്ഷേ ഒരു ചർച്ച പോലും ചെയ്തിട്ടില്ല. കാരണം ഇതേ രീതിയിലൊരു ദുരന്തം വന്നപ്പോൾ നമ്മൾ ചർച്ചയിൽ പോലും ഒരു ചുഴലിക്കാറ്റ് വരുന്നില്ല. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് മത്സ്യത്തൊഴിലാളികൾ രാവിലെ 3 മണിക്ക് പണിക്ക് പോയിക്കൊണ്ട് അന്നത്തെ അതേ രീതിയിൽ ആ ഒരു കാറ്റിൻ്റെ പല സൈഡിൽ നിന്ന് കാറ്റ് വരുന്ന ആ ഒരു ആശങ്കയിൽ അവർ തിരിച്ചു വന്നു.
അന്ന് അവരാരും ഒന്നും അറിയിച്ചിട്ടില്ല. നമ്മൾ വേണ്ടപ്പെട്ട ചില മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് പോലും ഒഫീഷ്യലായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴും പല കാറ്റുകൾ അവർ തന്നെ പോയി വലിയ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഈ 4 ടൈപ്പ് കാറ്റുകൾ പല ടൈപ്പിൽ അവർ തന്നെ പറയുന്ന ചില കാറ്റുകളുണ്ട്. ചിലത് വളരെ അപകടകരമായ കാറ്റാണ്. അപ്പോൾ അങ്ങനെ പോലും അവർക്കൊരു നിർദ്ദേശം കിട്ടുന്നില്ല. പക്ഷെ പലപ്പോഴും ഫേക്കായിട്ടുള്ള ഒരു ദിവസം, ഇന്ന ദിവസം 3 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, വളരെ ഈസിയായി അങ്ങ് പറയുകയാണ്. പക്ഷേ ആ 3 ദിവസം ഇവർക്ക് ചെയ്യാനുള്ള അവരുടെ ഒരു ജീവിക്കാനുള്ള ഒരു സംഭവം ഗവൺമെൻറ് തിരിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വിനിമയ ഈ ദുരന്തത്തിനുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൃത്യമായി, കാരണം നമ്മൾ അതിനുശേഷം കണ്ടതാണ് അമേരിക്കയിൽ പ്രളയം വന്നു, അവർക്ക് കൃത്യമായി അമേരിക്കയിൽ ഒരു കാറ്റ് വരുമ്പോൾ പോലും കൊടുങ്കാറ്റ് വരുമ്പോൾ പോലും അവർ കൃത്യമായി ആ സമയത്തിനുള്ളിൽ എല്ലാ പേരെയും ഒഴിപ്പിച്ച് നല്ല രീതിയിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തും. അപ്പോൾ എന്തുകൊണ്ട് അതേ ടെക്നോളജി എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? നമുക്ക് വളരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ നമ്മളും അങ്ങനെയുള്ള ടെക്നോളജികൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് എത്തിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പലരും മരിച്ചവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ കടലിൽ 4-5 ദിവസം മരണത്തോട് മല്ലടിച്ച് വന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ അടിമലത്തുറ 19 പേര് മരിച്ചു എന്ന് കരുതി ചിലർ 3-ാം ദിവസവും 4-ാം ദിവസവും ഹെലികോപ്റ്ററിലും ബോട്ടിലും ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. വളരെ സങ്കടകരമാണ്. കാരണം അന്ന് തന്നെ ഗവൺമെൻറ് അവരുടെയൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും, അവരുടെ ശരീരം മുഴുവൻ പാടുകളാണ്. അന്ന് ഒരഞ്ഞ് 2 ദിവസം 5 ദിവസം ആഹാരമില്ലാതെ മരണത്തിൻ്റെ ഒരാൾ പറയുന്നത് അയാൾ കൂടെ ഒരാളെ അവർ പിടിച്ചു വച്ചിരുന്നു. 3-ാം ദിവസമായപ്പോൾ ആ വെള്ളത്തിൻ്റെ ഉടമസ്ഥ മരിക്കുകയാണ്. അവസാനം ഒരു ദിവസം വീണ്ടും അവർ കയറിൽ കെട്ടിയിട്ടുണ്ട്. ഒരു പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ കൂടെയുള്ള 5 പേർക്ക് അവർക്ക് ഭയമായി, ഈ മരിച്ച ഒരാൾ കിടക്കണം. അങ്ങനെ അത് അഴിഞ്ഞു പോകുന്നു. അടുത്ത് 5 പേര് കിടക്കുകയാണ്. 5-ാം ദിവസമായപ്പോൾ ഹെലികോപ്റ്റർ അന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് 3 മണിക്കൂർ മുമ്പ് 5-ാം ദിവസമായപ്പോൾ അതിലൊരാൾക്ക് വിശപ്പ്, കാരണം കുടിക്കാൻ തൊണ്ട 5 ദിവസം വെള്ളം പോലും കുടിക്കാതെ അവർ കുറച്ച് ദിവസം ചെറിയ മഴ പെയ്യുമ്പോൾ തലയിൽ വച്ചിരുന്ന ആ തോർത്തിൽ വെള്ളം പിഴിഞ്ഞ് കുടിക്കുമായിരുന്നു. അപ്പോൾ ഇയാൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവർ പറയുകയാണ്, എല്ലാവരും കയറ് കെട്ടി ആ കമഴ്ന്ന് കിടക്കുന്ന വള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്നുവെച്ചാൽ ആ തൊണ്ട പൊട്ടുമെന്നുള്ള ഒരവസ്ഥയിൽ തൊണ്ട ചുരുങ്ങി ആ സഹിക്കാൻ വയ്യാതെ അയാളെ കയറഴിച്ച് അവരുടെ മുന്നിൽ വെച്ച് അയാൾ കടലിലോട്ട് താഴ്ന്നു പോവുകയാണ്. എന്നെക്കൊണ്ട് ഇനി നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം കണ്ടുവന്ന ഒരു വിഭാഗം ഉണ്ട്. കാരണം നമ്മുടെ സ്വന്തം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പോകും. അപ്പോൾ അവർക്കിപ്പോൾ ഒരു സമയത്തൊക്കെ കട്ടമരത്തിൽ ഇത്രയും വലിയ ഒരു കാറ്റിനെയും കടലിനെയും വകവയ്ക്കാതെ എഞ്ചിനില്ലാത്ത സമയത്ത് ഇപ്പോഴും പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരും ഈ ഒരു ഭയം, അവർ പറയുകയാണ് മീറ്ററുകളോളം ഉയരത്തിൽ കടൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു അപകടം. അപ്പോൾ അവർക്ക് മാനസികമായ ഒരു ഭയമാണ് കടലിനെ കാണുമ്പോൾ. പക്ഷേ ജീവൻ്റെ ആ ഒരു അവിടുത്തെ കുടുംബത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ അവർ വീണ്ടും നിർബന്ധിതരായി കടലിലോട്ട് പോകാൻ വിധിക്കപ്പെടുന്നു. പക്ഷേ പോകുമ്പോൾ അവർ പലരും ഇപ്പോഴും മാനസിക ആഘാതത്തിലാണ്, ഭയമാണ്. പക്ഷെ അവിടെ പോലും നമ്മൾ അന്നേ ആവശ്യപ്പെടുന്നതാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഈ മനഃശാസ്ത്രജ്ഞരെ വിട്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. കാരണം ആ ഭയത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ ഇപ്പോൾ പോലും 1-2 സംഘടനകൾ വന്ന് ഒരു രീതിയിൽ അവരൊക്കെ ഒന്ന് കൗൺസിൽ ചെയ്യുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ, സത്യത്തിൽ അവർ മരിച്ച് ജീവിക്കുകയാണ്. മരിച്ചവരെക്കാൾ അവർ മരിച്ച് ജീവിക്കുന്ന അവർക്കോ അവരുടെ കുടുംബത്തിന് അവർക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല. ചിലരൊക്കെ പോയാലും ഭയത്തോടെ തിരിച്ചു വരുന്നു. അവരുടെ പുനരധിവാസത്തിന് ഗവൺമെൻറ് പല ചർച്ചകളിലും പറഞ്ഞതാണ്, കടലിൽ കിടന്ന് രക്ഷപ്പെട്ടു വന്നവരുടെ പുനരധിവാസത്തിന് 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ചർച്ചയില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവരുടെ ജീവിതം വളരെ എല്ലാവരും തിരസ്കരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർ ഈ ഓഖിയുടെ 1-ാം വാർഷികത്തിൽ കിട്ടാവുന്ന അത്രയും ആൾക്കാർ രക്ഷപ്പെട്ട് കടലിൽ കടന്നു വന്ന് അവരുടെ പ്രതിഷേധ പരിപാടികൾ അവർ ആരംഭിക്കുകയാണ്. കാരണം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമില്ലാത്തവന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. അന്ന് 29-ാം തീയതി ഓഖിയുടെ അന്ന് അവർ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്ലെങ്കിൽ അവിടുത്തെ ധർണ ഉൾപ്പെടെ സൂചനാ സമരവുമായി അവർ പോവുകയാണ്. കണ്ണു തുറന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം മരണം വരെ അവരെ സമരം ചെയ്യാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. ഓഖി സംഭവിച്ച് 1 വർഷം കഴിയുമ്പോഴും ദുരന്ത നിവാരണത്തിനായി ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ നിർദ്ദേശം വന്നിട്ടില്ല. അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ദുരന്ത നിവാരണ സേന ചർച്ചകളിൽ മാത്രം നിൽക്കുകയാണ് 1 വർഷം കഴിയുമ്പോൾ.
അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ വളരെ കടലിൻ്റെ ഒരു മാലിന്യ പ്രശ്നം, കടലിൻ്റെ ഒരു ജൈവ പരിസ്ഥിതിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് കടലിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നഗരത്തിലുള്ള ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും അടിയുന്നത് കടലിലാണ്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിലുള്ളത് 12 നോട്ടിക്കൽ മൈലാണ്. പക്ഷേ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി പണിക്ക് പോകുന്നത് 30-40 നോട്ടിക്കൽ മൈലാണ്. കാരണം ഇവിടെയൊക്കെ പണ്ട് ലഭ്യമായിരുന്ന മത്സ്യങ്ങളൊന്നും ലഭ്യമല്ല. ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കാണ് അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ എത്രയും പെട്ടെന്നുണ്ടാകുക. കടൽ മലിനമാക്കുന്ന, കാരണം ഇത്രയും വലിയ കടലാകുമ്പോൾ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ കടൽ മലിനമാക്കുന്നതിൽ നിന്നുള്ള അതിനെതിരെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആരംഭിക്കേണ്ടതാണ്. അതോടൊപ്പം കടലിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആ ഒരു പാരിസ്ഥിതിക കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് തലത്തിൽ എത്രയും പെട്ടെന്ന്, ലോകരാജ്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. പക്ഷേ നമ്മളും അതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്തു തുടങ്ങണം. കാരണം ഈ ഭൂമി നമ്മുടേതല്ല, അടുത്ത് വരുന്ന തലമുറയുടേതാണ്. ആ ഒരു ലക്ഷ്യത്തിൽ പോയില്ല എങ്കിൽ ഒരുപക്ഷെ 2100 വരെ ഈ ഒരു ഭൂമി ഇങ്ങനെ പോകുമെന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പേരും, ഗവൺമെൻറ് പറ്റുന്ന എല്ലാ ഏജൻസികളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കടലിൻ്റെ ജൈവ പരിസ്ഥിതി മാറ്റത്തെക്കുറിച്ചും കടലിലെ മാലിന്യങ്ങൾ അടിയുന്നതിനെക്കുറിച്ചുമൊക്കെ എത്രയും പെട്ടെന്ന് കൃത്യമായ പഠനം നടത്തി അതിനാവശ്യമായ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ഈ ആവശ്യത്തിൽ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പേര് ജോസാണ്. ഞാൻ ഓഹയിൽപ്പെട്ട ആളാണ്. ഓഹയിൽ 3 ദിവസം കടലിൽ കിടന്ന് എങ്ങനെയോ ഹെലികോപ്റ്ററുകാർ ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം ഹോസ്പിറ്റലിലാവുമ്പം മുഖ്യമന്ത്രി എല്ലാവരും വന്ന് വാഗ്ദാനം ചെയ്ത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് 5 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന്. ഓഹി വന്നിട്ട് 1 വർഷമാകുമ്പോൾ 29-ാം തീയതി ഇതുവരെയായിട്ടും 10 പൈസ കേരള സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെ ജീവിതം വളരെ ദുഷ്ടത്തിലാണ്. എനിക്ക് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ജീവിതം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പഠിപ്പിക്കേണ്ട ഒരു മാർഗ്ഗമില്ല. പിന്നെ കുറേ കടങ്ങളുണ്ട്. അവർ ഗവൺമെൻറ് ഇന്ന് വരും നാളെ തരുമെന്ന് പറഞ്ഞ് കുറേ കാലങ്ങളായി, വർഷമായി വരണം. ഇതുവരെയായിട്ടും 10 പൈസയുടെ ആനുകൂല്യമില്ല. ഇപ്പോഴേ തന്നെ കടലിൽ പോകാനും ഭയങ്കര പേടി. കടലേയും മഴയും കാറ്റേയും കണ്ട് നല്ല ഭയമാണ്. ഇപ്പോഴും നമുക്ക് കടലിൽ വലുതായിട്ടൊന്നും പോകുന്നില്ല. പോയാലും ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലോട്ടുള്ള പണിക്ക് പോകും. പിന്നെ മഴയും കാറ്റും വരുമ്പം ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് തിരികെയും വരും. അപ്പം നമുക്ക് വീട്ടിൽ ഭയങ്കര പ്രാരാബ്ധവും കാര്യങ്ങളാണ്. മക്കളെ പഠിപ്പിക്കേണ്ട ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത കാശ് എന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ജോൺ പോളാണ്. ഞാൻ ഓഹയിൽ പിടിപെട്ട് 3 ദിവസം വരെ കടലിൽ കിടന്നു. അങ്ങനെ ഹെലികോപ്റ്റർ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ 12 ദിവസം വരെ ഞാൻ NL ആശുപത്രിയിലുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് വന്നവർ പറഞ്ഞുകൊണ്ട് ഒരു 10,000 രൂപ സർക്കാർ തന്നിട്ടുണ്ട്. ആ 10,000 രൂപ വെച്ച് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. ഞാൻ കിടക്കുന്ന ഒരു വാടക വീട്ടിലാണ്. സർക്കാർ പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ. അവർ സമരം ചെയ്തപ്പോൾ പറഞ്ഞ് 5 ലക്ഷം രൂപ വാർത്താനം പറഞ്ഞിട്ടുണ്ട് ഈ ഓഹരിപ്പെട്ട് തിരിച്ചു വന്നവർക്ക് സഹായിക്കാമെന്ന്. ഇതുവരെയും സർക്കാർ ഞങ്ങളെ ഏതൊരു കാരണവശാലും സർക്കാർ ഞങ്ങളെ തിരിച്ചെടുക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ മക്കൾ ഇന്ന് കഷ്ടത്തിലൂടെയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേറെ ജോലി മേലെയൊന്നുമില്ല. വീട്ടിലാണ്. ഞാൻ കടലിൽ പോയി കിട്ടിയാൽ മാത്രമേ ഭക്ഷണം വയ്ക്കാൻ പറ്റൂ. പക്ഷേ ഇതൊരു വർഷം കൊണ്ട് ഞാൻ 15 ദിവസം ഈ കടലിൽ പണിക്ക് പോയിട്ടുള്ളൂ. 15 ദിവസം പോയിട്ട് ഭയങ്കര പേടിയാണ് ഇപ്പോൾ. പിള്ളേർ പറയുന്ന രാത്രിയിലേക്ക് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ കടലിൻ്റെ നമ്മളെ കൂടെ കിടന്നതിൽ മരിച്ചു പോയ 2 പേരുണ്ട്. ഞങ്ങൾ 6 പേരുള്ളതിൽ 2 പേര് മരിച്ചു പോയി, 4 പേര് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ 2 പേരും ഓർമ്മ വരുമ്പം പിള്ളേർ പറയാണ്, നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങളിനും കടലിൽ പോകണ്ട, ഉള്ള ഭക്ഷണം നമ്മൾ ഇവിടെ കിടന്ന് കഴിയാം. എന്നിട്ട് പോലും സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നാൽ വലിയ ഉപകാരമാണ്. എൻ്റെ പേര് മരിയാസൻ. ഞാൻ തങ്കൽ പണിക്ക് പോയിട്ട് 5 ദിവസം കടലിൽ കിടന്നു. ഹെലികോപ്റ്ററുകാർ വന്നാണ് ഞങ്ങളെ കരക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ആശുപത്രിയിൽ ഒരു 16 ദിവസം ജനറൽ ആശുപത്രിയിലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു 5,000 രൂപ എനിക്ക് കിട്ടി. നെയ്യാറ്റിൻകര വെച്ചിട്ട് ഒരു 15,000 രൂപ തന്നു. അതിന് 20,000 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും തന്നില്ല. ഞാൻ ഇവിടെ പിള്ളേർ 3 മക്കളുണ്ട്. 2 പിള്ളേർ ഒരു ഓപ്പറേഷനിൽ വേണ്ടി കിടക്കുകയാണ്. പിന്നെ ഒരു മൂത്ത മോള് ഒരു മുണ്ടി. ആൾ കുറേ പഠിപ്പിച്ച് ജോലിയും വിലയൊന്നുമില്ല, ദുഷ്ടത്തിൽ കഴിയുകയാണ്. എൻ്റെ പേര് കൃത്യദാസനാണ്. ഞാൻ ഓവിലി സമ്പാദിക്കുന്ന ആളാണ്. 5 ദിവസം വരെ തങ്കൽ വല പോയിട്ട് കടൽ കിടന്നിട്ട് വെള്ളവും തണ്ണിയില്ലാണ്ട് കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ഹെലികോപ്റ്ററുകാർ വന്ന് 11 മണിക്ക് അന്ന് രക്ഷപ്പെടുത്തി.
അന്ന് ഞങ്ങൾക്ക് ബോധമൊന്നുമില്ലായിരുന്നു. അപ്പം മുറിവും പാടുമായിട്ട് ഞാൻ വിളിച്ച് കരഞ്ഞിട്ട് കിടന്ന് അവർ പറഞ്ഞു ഒരു സഹായത്തിൽ മരുന്നകത്ത് പോലെ മച്ച് എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കുമ്പോൾ മെഡിക്കൽ ആശുപത്രിയിലെത്തി 19 ദിവസം കിടന്ന് ഭാര്യയും മക്കളും ഉപ്പാരിയും കരച്ചിട്ടിട്ടൊക്കെ മെഡിക്കൽ ആശുപത്രിയിൽ വന്നു. അന്ന് എനിക്ക് ഇളവ് നടക്കാൻ വേണ്ടി ആകില്ല. അവിടെയുള്ള ആൾക്കാർ എന്നെ നൊണ്ടിയെ പോലെ പിടിച്ചിട്ട് ഇന്ന് ഈ മുറിവുംപാട് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് 5 മക്കളുണ്ട്, 3 പെൺമക്കളും 2 ആണും. 2 മക്കളെ കടമെടുത്തിട്ട് കെട്ടിച്ചു കൊടുത്ത് ഇന്ന് വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നു. കടത്തുകാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അങ്ങനെ കഷ്ടത്തിൽ കിടന്ന് ജീവിക്കുന്നു. ഈ സർക്കാർ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ വലിയ ഉപകാരമാണ്. എൻ്റെ പേര് വർഗീസാണ്. ഞാൻ 3 ദിവസം കടലിലുണ്ടായിരുന്നു. ഓഗസ്റ്റ് സമയത്ത് 3 ദിവസം കടലകപ്പെട്ട് വള്ളം മറിഞ്ഞ് ഞങ്ങൾ കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ 16 പേരുണ്ടായിരുന്നു. അതിൽ 10 പേര് മരിച്ചുപോയി, 6 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ഹെലികോപ്റ്റർ വന്ന് ഞങ്ങൾ എടുക്കുകയും അതിനുശേഷം 19 ദിവസം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. 48 മണിക്കൂർ MRICയിൽ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. മെഡിസിൻ 3 മാസം കഴിച്ചു. 3 മാസം കഴിച്ചതിന് ശേഷം പിന്നെ റിയാക്ഷനായി ജൂബിലിയിൽ പോയി. ജൂബിലിയിൽ കുറേ ദിവസം ചികിത്സയിലുണ്ടായിരുന്നു. കുറേ ദിവസം എല്ലിൻ്റെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ചികിത്സയിലാണ്, ഇപ്പോഴും ആയുർവേദ ചികിത്സയിലാണ്. എൻ്റെ മുട്ട് ഇപ്പോഴും നടക്കാൻ വലിയ പ്രയാസമാണ്. ഷോൾഡർക്ക് ഭയങ്കര വേദനയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറി വരുമ്പോൾ നല്ല ബി പി ഇപ്പോഴുണ്ട്. കാലാവസ്ഥ വരുമ്പോൾ ഇപ്പം ഈ മഴ കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇതൊരു 14 ദിവസമേ പണിക്ക് പോയിട്ടുള്ളൂ. ഈ 1 വർഷത്തിനിടയിൽ 14 ദിവസമേ പണിക്ക് പോയിട്ടുള്ളൂ. എനിക്ക് 3 മക്കളുണ്ട്, 3 പെൺമക്കളാണ്. ഒരു മോള് 6-ാം ക്ലാസ്സിൽ, ഒരു മോൾ 2-ാം ക്ലാസ്സിൽ, ഒരു മോൾ 1-ാം ക്ലാസ്സിൽ. ഇവർക്ക് ഫീസ് കൊടുക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്കൂളിൽ നിന്ന് ഡെയിലി പരാതിയാണ്, ഫീസ് കൊടുക്കുന്നില്ല, ബസ് ഫീസ് കൊടുക്കുന്നില്ല, സ്കൂൾ ഫീസ് കൊടുക്കുന്നില്ല, ഭയങ്കര പരാതികളാണ്. അപ്പോൾ എൻ്റെ വീട് കഴിയാൻ തന്നെ ഭയങ്കര പാടാണ്. ഞാനും 3 മക്കളും ഭാര്യയും അമ്മായിയമ്മയുണ്ട്. അപ്പം ഞാൻ മാത്രം പണിക്ക് പോയാൽ എൻ്റെ കുടുംബം ജീവിക്കുകയുള്ളൂ. ഞാനിപ്പോൾ 1 വർഷമായി പണിക്ക് പോകുന്നില്ല. ഒരു വീട് വെച്ചു, നാട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാണ് വീട് വെച്ചത്. അവർക്ക് പലിശ കൊടുക്കാൻ വഴിയില്ലാതെ ഒരു 8-9 ലക്ഷം രൂപയുണ്ട്. പലിശ കൊടുക്കാൻ വഴിയില്ലാതെ അത് കിടക്കുകയാണ്. കുറേ സ്വർണ്ണങ്ങളുള്ളത് ബാങ്കുകളിലാണ് ഇരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് സമയത്ത് സർക്കാരും പ്രഖ്യാപിച്ചു 5 ലക്ഷം രൂപ രക്ഷപ്പെട്ടവർക്ക് തരാമെന്ന്. ഞങ്ങൾക്ക് അടിയന്തര സഹായമായിട്ട് ആ സമയം ഒരു 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ജീവിച്ച് ഇരിക്കുന്ന ശവങ്ങളാണ്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ജീവിച്ച് മരിച്ച ശവങ്ങളെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു പവറില്ല. ഞങ്ങളുടെ കാലാവസ്ഥ ഒന്ന് മാറിയാൽ ഞങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് മരിച്ചവരെ ഞങ്ങളുടെ കണ്ണ് കാണാനാണ് എല്ലാവരും മരിച്ച് താഴോട്ട് പോകുന്നതും കടൽ 2ആയിട്ട് പിളർന്നു പോകുന്നതും തിരമാല. അതിപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ. ചിന്തിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ BP കയറും. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ ഞങ്ങളുടെ മനസ്സ് മാറാറുണ്ട്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ. ഇപ്പോൾ കടൽ കാണാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ആ അവസ്ഥയിലിരിക്കുന്ന ഞങ്ങൾ ആ സമയം സർക്കാർ 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫ്രീ റേഷൻ തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കടങ്ങളെല്ലാം എഴുതി തള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കടങ്ങളെല്ലാം എഴുതി തള്ളുമെന്ന് പറഞ്ഞു. മത്സ്യബെട്ട് വഴി എല്ലാം എഴുതിയെടുത്തു. വില്ലേജ് ഓഫീസർ വന്നില്ല, എഴുതിയെടുത്തു. ഫിഷറീസ് വകുപ്പ് എല്ലാവരും വന്ന് എഴുതിയെടുത്തു. ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടലിൽ പിന്നെ ഞങ്ങൾക്ക് പോകാൻ വയ്യ. കരയിൽ ഞങ്ങളെ കുടുംബം, ഞങ്ങളെ ഭാര്യയ്ക്കോ ഞങ്ങൾക്കോ ഏതെങ്കിലും ഒരു ജോലി തരിക, അല്ലെങ്കിൽ അതുകൂടാതെ പ്രഖ്യാപിച്ച പൈസ തരിക, ഞങ്ങളെ കടങ്ങൾ എഴുതി തള്ളുക. അതുകൂടാതെ സർക്കാർ കുറേ ഭവന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചവർക്ക് ഇതെല്ലാം കൊടുത്തു. മരിച്ചവരുടെ കുടുംബത്തിനെ കൈത്താങ്ങിൽ അവർ ഒരു താങ്ങായിട്ട് എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയതിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. അവർ മരിച്ചു, അവരെ കുടുംബക്കാരൊന്നും നോക്കണ്ട. പക്ഷേ ഞങ്ങൾ ജീവച്ഛവമായിട്ട് ജീവിക്കുന്ന ഞങ്ങളെ കുടുംബം നോക്കണം, ഞങ്ങളെ കുടുംബം ഞങ്ങളെ നോക്കണം, ഞങ്ങളെ കുടുംബത്തിനെ നോക്കണം. ഇപ്പം രണ്ടും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. യഥാർത്ഥത്തിൽ ഈ കുറേ ആൾക്കാർ ഞങ്ങൾ ഇപ്പം മരണത്തിൻ്റെ വക്കിലാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോലും ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കടം
ഭാരമായി മക്കളെ നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പ്രത്യേകിച്ച് ഈ സന്നദ്ധ സംഘടനകൾ ഞങ്ങളുടെ മക്കളെയെങ്കിലും നിങ്ങളൊന്ന് ഏറ്റെടുക്കുക, ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു സഹായം തന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, സന്നദ്ധ സംഘടന ഒന്ന് സഹായിക്കണം. ഞാൻ ഓഹിൽപ്പെട്ട് തിരിച്ചു വന്ന ഒരാളാണ്. എൻ്റെ ഏട്ടനെല്ലാം നഷ്ടപ്പെട്ടു പോയ എൻ്റെ പേര് ബെൻസീറാണ്. എൻ്റെ ഏട്ടനെല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഗവൺമെൻറ് തന്നത് വെറും 3 ലക്ഷം രൂപ, 4,50,000 രൂപ അന്ന്. അതുകൊണ്ട് എനിക്കൊന്നും ആയില്ല. 13 ലക്ഷം രൂപയുടെ സാധനം നഷ്ടപ്പെട്ടതിന് എനിക്ക് 4,50,000 രൂപ അന്ന്. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാനോ ഒരു ക്യാൻസറിൽ പോയി. എൻ്റെ മക്കളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ ഒരു ഫീസ് പോലും അടയ്ക്കാൻ വേണ്ടിയുള്ള സാധ്യതയില്ല. ഇപ്പോൾ എൻ്റെ വീട് ഭയങ്കര കഷ്ടത്തിലാണ്. എൻ്റെ വീടൊന്ന് നോക്കിയാൽ അറിയാം എൻ്റെ കഷ്ടം എന്തിനാണ്. അങ്ങനെയുള്ളതിൽ ഇപ്പം എൻ്റെ ഒരു മോള് പഠിക്കുന്നത് BSc നഴ്സിംഗ്. അതിന് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തത് മോള് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു മോൻ പഠിക്കുന്നത് ബികോ പൂവാറ് ലയ്യോള കോളേജിൽ പഠിക്കുകയാണ്. അവന് ഫീസ് കൊടുക്കാൻ വേണ്ടി സാധ്യതയിൽ ആ പയ്യൽ വന്ന് നിൽക്കുകയാണ്. ഒരു ചെറുക്കൻ പഠിക്കുന്നത് ബാലരാമരത്ത് ഒരു 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് തീർന്നു. അവനും ഒരു കഴിവില്ലാതെ അവൻ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ ഭയങ്കര കഷ്ടത്തിലാണ്. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഓഖി ദുരന്തമുണ്ടായിട്ട് 1 കൊല്ലം തികയാണ്. ഒട്ടനവധി ആനുകൂല്യങ്ങൾ സർക്കാർ മത്സ്യത്തൊഴിലാളി ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. മരണപ്പെട്ട ആളുകൾക്കും കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്കുമുള്ള ധനസഹായം ചെയ്തു എന്നത് ഏറെ ആശ്വാസത്തിന് വക നൽകുമ്പോഴും ഇപ്പോൾ അർത്ഥപട്ടിണിക്കാരായി ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഓഖിയിൽ ദുരന്തത്തിൽപ്പെട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരുണത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് കുറേയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും പലർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട് എന്നാണ്. അതേസമയം സർക്കാരിൻ്റെ ഒരു മുഖ്യമായ പ്രഖ്യാപനം എന്താണെന്ന് പറഞ്ഞാൽ, ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കുവാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല. അന്ന് ദുരന്തമുണ്ടാകുന്ന സമയത്ത് മുൻകൂട്ടി ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അലംഭാവം കാണിച്ചപ്പോൾ അവർക്കെതിരെ ചെറുവിരൽ അനക്കുവാൻ പോലും ഭരണകർത്താക്കൾ തയ്യാറായിട്ടില്ല. ഞങ്ങളന്ന് ആവശ്യപ്പെട്ടതാണ്, ഏതാണ്ട് 100-600 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുവാൻ ഇടയായ സാഹചര്യം യഥാസമയം മത്സ്യത്തൊഴിലാളികളെ അറിയിക്കാതിരുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മേൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സ്വതന്ത്രമായി വിരാജിക്കുകയാണ്. ഇത് ശരിയായ സമീപനമല്ല. മറ്റെവിടെയും ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിന് വേണ്ടത്ര രീതിയിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാത്ത ആളുകളെ കുറഞ്ഞപക്ഷം സസ്പെൻഡ് ചെയ്യുമെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് യഥേഷ്ടം എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ പോകുന്ന ആളുകൾക്ക് സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻസ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നാവിക് എന്ന് പറയുന്ന ISR വിഭാവനം ചെയ്ത ആ ഉപകരണം ഒൺവേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നപ്പോൾ മത്സ്യത്തൊഴിലാളി പറഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ വികസിപ്പിക്കണമെന്ന് പറഞ്ഞു. ISR അത് ഏറ്റു. വർഷം ഇത്രയായിട്ടും 1 കൊല്ലം തികഞ്ഞിട്ടും അതിൻ്റെ ഒരു പൊടി പോലും അനങ്ങിയിട്ടില്ല. അത് ഈ മത്സ്യത്തൊഴിലാളി ജനവിഭാഗത്തോട് കാണിക്കുന്നൊരു അലംഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. മറ്റൊന്നെന്താണ് പ്രഖ്യാപനം വന്നത്? മത്സ്യത്തൊഴിലാളിക്ക് ഇനിയൊരു ദുരന്തമുണ്ടായാൽ ആ ആളുകളെ യഥാസമയം രക്ഷപ്പെടുത്തുന്നതിന് നമ്മുടെ 108 മാതൃകയിൽ ഒരു മറൈൻ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കൊക്കെ കോൺട്രാക്റ്റ് കൊടുത്തു എന്നാണ്. പക്ഷേ നാളിതുവരെ ആംബുലൻസ് കണ്ണെടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വളരെ പരിജ്ഞാനമുള്ള, നീന്തറിയാവുന്ന, കഴിവും ശേഷിയുമുള്ള മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പീഡ് ബോട്ടിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അത് ഒരാളെ പോലും അതിനുവേണ്ടി നിയമിച്ചിട്ടില്ല. ഇനി PSC വഴി നിയമിക്കണമെന്ന് വിചാരിച്ചാൽ അത് യാഥാർത്ഥ്യമാവില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതാണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലൂടെ കഴിവും ശേഷിയുള്ള മീൻപിടുത്തക്കാരെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൽ
ഉപയോഗപ്പെടുത്തണം. അതേസമയത്ത് ഇപ്പോൾ നീന്തറിയാത്ത പല ആളുകളുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വാടകയ്ക്കെടുത്ത ബോട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്തുമാത്രം ഫലപ്രദമാണെന്നുള്ള പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വാക്കി ടോക്കി നമുക്ക് കടലിൽ കിടക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ നൽകാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു, നടന്നിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയയും ഒക്കെ പരീക്ഷണാർത്ഥം ചില ആളുകൾ കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാ മത്സ്യത്തൊഴിലാളിക്കും കിട്ടുമ്പോഴാണല്ലോ അത് യാഥാർത്ഥ്യമാകുന്നത്. അവിടെയും വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്. ഇത്തരുണത്തിൽ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വിലയുണ്ട്. ആ ജീവന് വില കൽപ്പിക്കേണ്ട സമയം ഇതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തതിൻ്റെ പ്രസക്തി ഉള്ളപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ ധീരന്മാരാണെന്നും കേരളത്തിൻ്റെ സൈന്യമാണെന്നും അവർക്ക് ഞങ്ങൾ സല്യൂട്ട് നൽകുന്നുവെന്നും അതുപോലെ തന്നെ അവർ ഞങ്ങളുടെ ഹീറോസാണെന്നും പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഹീറോസായ മത്സ്യത്തൊഴിലാളികളേക്ക് സീറോ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നത്. അതേ മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിനമുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങൾ വേണ്ടത്ര ചെവിക്കൊള്ളാൻ സർക്കാരുകൾ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള ആളുകൾ ഒരു അനൗൺസ്മെൻറ്റ് നടത്തും. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ എന്താണ്, അഡ്വാൻസ് ജാമ്യം എടുക്കുന്ന പ്രക്രിയയാണ് തുടരുന്നത്. ഒരു 40 കിലോമീറ്റർ വേഗതയിൽ ഒരു കാറ്റടിച്ചാൽ ഉടനെ അവർ പറയുന്നത് എന്താണ്, അടുത്ത 6 ദിവസത്തേക്ക് മീൻപിടുത്തക്കാർ പണിക്ക് പോകരുതെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ അന്നം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അന്നം മുട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിരന്തരം അനൗൺസ്മെൻ്റൊക്കെ നടത്തിക്കോളും, കുഴപ്പമില്ല. പക്ഷേ ഓരോ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോഴും പണി മുടങ്ങുന്ന മത്സ്യത്തൊഴിലാളിക്ക് അന്നത്തിനുള്ള വക കൂടെ നിങ്ങൾ നൽകുവാൻ തയ്യാറാവണം. അല്ലാതെ നിങ്ങൾ അഡ്വാൻസ് ജാമ്യം എന്ന നിലയ്ക്ക് 360 ദിവസത്തിൽ ഏതാണ്ട് 10-200 ദിവസവും നിങ്ങൾ പണിക്ക് പോകരുത് എന്നുള്ള പ്രഖ്യാപനമാണ്. അതെന്താണ് അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നത്? ഓഖി ദുരന്തമുണ്ടായപ്പോൾ അവർക്കുണ്ടായ വീഴ്ച അത് മൂടി വയ്ക്കുവാൻ അഡ്വാൻസ് ജാമ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ പണിക്ക് പോകരുതെന്ന് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളിലൊക്കെ ശാസ്ത്ര സാങ്കേതിക മേഖലയൊക്കെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടി ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചുഴലിക്കാറ്റ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായി ഈ തീരത്ത് വളരെയധികം നാശനഷ്ടങ്ങളുണ്ടാകുകയും അതുപോലെ തന്നെ അഞ്ചുതെങ്ങിലുള്ള ഒരു ഗിൽബർട്ടിനെ കാണാതെ ആകുകയും ആ കാണാതെ ആയ വ്യക്തിയെക്കുറിച്ച് ഏതൊരു വിവരവും ഇന്ന് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്താണ് എന്നുള്ളത് ഇപ്പോഴും വീട്ടുകാർ ആശങ്കയിലാണ്. പക്ഷെ ആ പശ്ചാത്തലം വെച്ച് ആ ഓഖിയുടെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടനവധി ആളുകൾക്ക് പിന്നീടുള്ള തുടർ നാളുകളിൽ ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുകയും ഏകദേശം 1-2 മാസത്തോളം ഓഖി ചുഴലിക്കാറ്റിൻ്റെ ആഘാതം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിലും അലയടിച്ച് മനസ്സുകളിൽ നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റം വരേണ്ടത് അതായത് ഭരിക്കുന്ന സർക്കാരുകൾ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രമേ ഈ മത്സ്യമേഖല നമുക്ക് കൃത്യമായി സംരക്ഷിക്കപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടും ഈ നാട്ടിൻ്റെ ഒരു ഐക്യമില്ലായ്മയും ഇവിടുത്തെ ജനങ്ങളുടെ അറിവില്ലായ്മയും കൊണ്ട് തന്നെയാണ് വരുന്ന സർക്കാരുകളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ തീരദേശ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് എന്തായിരുന്നാലും പറയാം, അവനവൻ രക്ഷ നൽകിയാൽ മാത്രമേ അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഈ മത്സ്യമേഖലയിൽ എല്ലാ ഇനിയുള്ള അങ്ങോട്ടുള്ള നാളുകളിലും ഇത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളെല്ലാവരും ഈ നാട്ടിലുള്ളവരും സർക്കാരും നല്ല രീതിയിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കാണുന്ന മുതലപ്പുഴയുടെ യഥാർത്ഥ പശ്ചാത്തലം എന്ന് പറയുന്നത് 2000 ഒരു സർവേ നടത്തുകയും
ആ സർവേയുടെ ഭാഗമായിട്ട് 2002 ഇതിൻ്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നയനാർ സർക്കാർ തറക്കല്ലിടുകയും ചെയ്തുകൊണ്ട് ഇത് 16,66,00,000 രൂപയ്ക്കാണ് ഈ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 140 മീറ്ററോളം ഇതിൻ്റെ പണി ആരംഭിക്കുകയും അതിനുശേഷം ഈ മുതലപ്പള്ളി ഹാർബർ അപാധകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്ത് ആ ആക്ഷേപം എന്ന് പറയുന്നത് ഇതിൻ്റെ വീതി യഥാർത്ഥത്തിൽ 150 മീറ്റർ വീതി വരേണ്ട സ്ഥാനത്ത് ഇത് 60 മീറ്ററോളം വീതി ചുരുങ്ങുകയും 90 മീറ്ററിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ 90 മീറ്റർ ഇതിൻ്റെ എൻഡ് ഓഫ് ദ മൗത്ത് വരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് ശേഷമെന്ന് പറയുന്നത് ഇതിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2016 കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു പദ്ധതി വീണ്ടും തുടർ പദ്ധതിയായിട്ട് കൊണ്ടുവന്ന് അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന അടങ്കൽ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,60,00,000 രൂപ എന്നതാണ് അടങ്കൽ തുക. പക്ഷേ ഈ വീണ്ടും 140 മീറ്ററോളം നമ്മൾ നീളം കൂട്ടിയിട്ടും താഴമ്പള്ളിയുടെ പല ഭാഗങ്ങളും തീരങ്ങളും ഇതിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നഷ്ടപ്പെട്ട് ഈ നീളം വീണ്ടും എപ്പോഴൊക്കെ കൂട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴമ്പള്ളി മുതൽ ആദ്യം പൂത്തറ വരെ നഷ്ടപ്പെടുകയും ഇപ്പോഴും പൂത്തറ കഴിഞ്ഞ് ഏകദേശം കോട്ട അഞ്ചുതെങ്ങ് വരെയും ഈ തീരദേശം നമുക്ക് നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിഭാസമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ ഇനി മാറ്റി പാർപ്പിക്കുക മാത്രമേ ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുള്ളൂ. ഓഖി എന്ന ദുരന്തം ഇന്നൊരു വർഷം. കാലാവസ്ഥാ പ്രവചനം എന്നത് വളരെ സങ്കീർണമായ സയൻസാണ്. വളരെ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും ചെയ്യേണ്ട ജോലി. ഒരു പാളിച്ച പറ്റിയാൽ പൊലിഞ്ഞു പോകുന്നത് 100 കണക്കിന് ജീവിതങ്ങളാണ്. 2017 നവംബർ 29-നും 30-നും ശ്രീലങ്കയിലും കന്യാകുമാരി ജില്ലയിലും കേരളത്തിലും ലക്ഷദ്വീപിലും മാൽദ്വീപിലും ആഞ്ഞടിച്ച ഓഖി എന്ന ചുഴലിക്കാറ്റ് വിതച്ചത് വൻ നാശനഷ്ടങ്ങളാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം മരിച്ചത് 218 പേർ. 550 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ആർക്കാണ് തെറ്റുപറ്റിയത്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾക്കാണോ? അതോ ആ വിവരം കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ കടപ്പെട്ടിരുന്നവർക്കാണോ? 2017 നവംബർ 26-നും 27-നും ലോകോത്തര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് തെക്ക് കിഴക്കായി ഒരു വൻ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്ന് കൃത്യമായി പ്രവചിച്ചിരുന്നു. പക്ഷേ ശ്രീലങ്കയോ ഇന്ത്യയോ ഇത് മുഖവിലക്കെടുത്തില്ല. 2017 നവംബർ 29-ന് ഓഖി അതിൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു. ശ്രീലങ്കയുടെ പടിഞ്ഞാറ് തീരത്തുകൂടി അത് കന്യാകുമാരി തീരത്തേക്ക് നീങ്ങി. അന്നാണ് ആദ്യമായി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഖിയെപ്പറ്റി ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. ഏകദേശം 5 ദിവസം മുൻപെങ്കിലും നമുക്ക് കൃത്യമായി കാലാവസ്ഥ പ്രവചിക്കാനാവും. ഇന്ന് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും യുഗമാണ്. ഇവ കൃത്യമായി ഉപയോഗപ്പെടുത്തി അന്തരീക്ഷത്തിലെ അവസ്ഥയുടെ വിവരങ്ങൾ ശേഖരിച്ച് പ്രായോഗികമായി ഒരാഴ്ച മുൻപെങ്കിലും നമുക്ക് കാലാവസ്ഥ പ്രവചിക്കാനാവും. ഓഖി എന്ന ദുരന്തം നമ്മുടെ കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങളുടെയോ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയോ കണ്ണ് തുറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസമുണ്ടായ പ്രളയത്തിന് കാരണമായ കനത്ത മഴ കൃത്യമായി പ്രവചിക്കാൻ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം അറബിക്കടലിൽ രൂപം കൊണ്ട് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി യമനിൽ പോയി അവസാനിച്ച ലുബാൻ എന്ന ചുഴലിക്കൊടുങ്കാറ്റിനെപ്പറ്റി കൃത്യമായ വിവരങ്ങളും ദിശയും ലോകത്തിലെ പ്രശസ്തമായ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അത് കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും അടിക്കുമെന്ന് പറഞ്ഞ് റെഡ് അലേർട്ട് കൊടുത്ത് ഒരാഴ്ചയോളം നമ്മുടെ ജനങ്ങളെ ഭീതിയിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. നമ്മുടെ കാലാവസ്ഥാ സംവിധാനങ്ങൾ ഇവിടെ
ചുഴലിക്കാറ്റ് അടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ചുഴലിക്കാറ്റ് അടിച്ചിരിക്കും. എന്നാൽ ഇവിടെ ചുഴലിക്കാറ്റ് അടിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ചുഴലിക്കാറ്റ് അടിക്കില്ല എന്നുള്ളതാണ് സത്യം. ഓഖി ബാക്കി വെച്ചത് കണ്ണീരും കഷ്ടപ്പാടുകളും മാത്രമാണ്. ഓഖിയിൽ കടപുഴകിയ ജീവിത പ്രതീക്ഷകൾ തീരമണയാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? തിരികെ എത്താത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് ഓഖി സമ്മാനിച്ചത് തോരാത്ത കണ്ണീർ മാത്രമാണ്. ഓഖി പോലൊരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.